പക്ഷേ ഓയ് എന്താ നമ്മളെ പരിപാടിന്ന് മോനെ ഈ എപ്പോഴും കാഴ്ചയില്ലാത്ത ആളുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതെ അങ്ങനെ ചോദിച്ചേ. ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നത് എൻ്റെ എളാമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ ഉമ്മയുടെ അനുജത്തി. ഡിഗ്രി പഠിക്കുമ്പോഴാണ് എളാമക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. മുൻപ് എളാമയും നല്ലൊരു ചിത്രകാരിയായിരുന്നു. എന്നെ കാണുമ്പോഴെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ ഈ എന്നെ ഒന്ന് വരക്കുന്നെന്ന് ചോദിക്കും. ആൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു ചിത്രം വരച്ചു കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ഏറെ കാലത്തെ ആഗ്രഹം. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് ബ്രെയിൻ ലിപിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതും ആ രീതിയിൽ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ആൾ നല്ല രീതിയിൽ ഫ്രെയിം കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിതിൽ ഗ്ലാസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അങ്ങനെ ഞാൻ ഇളയമ വർക്ക് ചെയ്യുന്ന കരുവാരക്കൊണ്ടുള്ള മിഴിയിലേക്ക് പോയി. ഇതാണ് എൻ്റെ ഇളയമ. ഒരുപാട് കാലത്തിന് ശേഷം കണ്ടതിൻ്റെ പരിഭവം എളാമയിൽ നിന്നും മനസ്സിലായി. ഞങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ മേലെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഞാൻ ചിത്രം നീട്ടിയത്. ഇങ്ങളെ വരച്ചതാ. വരച്ചതോ? തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മനസ്സിലാണ്ടടാ. ഇതിങ്ങനെ കണ്ണടാ, ഇതിങ്ങനെ മൂക്ക്, ഇത് ചുണ്ട്. ഇങ്ങനെ ഒരു ചിത്രം ആളൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് എനിക്കാളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. അയ്യന്റെ ഫോട്ടോ വരക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വെറുതെ പറയുന്നില്ല. കാരണം വരച്ചാൽ എനിക്ക് കാണാൻ പറ്റൂലല്ലോ. എനിക്ക് കാണാൻ പറ്റുന്ന രൂപത്തില് ഇങ്ങനെ ഈ വരച്ച് എടുക്കുമെന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെയുള്ളവരോട് ചിത്രത്തിന്റെ അതിർപ്പം പറയുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി. ഈ സന്തോഷങ്ങൾക്കിടയിൽ നിന്ന് തൽക്കാലം അവരോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി.